സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ലക്ഷ്മി അമ്മയുടെ ഫോണിലേക്ക് മയൂരി വിളിക്കുകയാണ്. മയൂരി വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ ഇത് എവിടെയാന്ന് ചോദിക്കുക. ആദ്യം കോൾ എടുക്കണ്ടെന്ന് കരുതി, പക്ഷെ മോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കാതിരിക്കാനായിട്ട് ലക്ഷ്മി അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ലക്ഷ്മി അമ്മ കോൾ എടുത്തു കഴിഞ്ഞപ്പോ മയൂരി പറഞ്ഞു, അമ്മ ഇത് എവിടെയാ, അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വാ. ഇല്ല മോളെ, ഞാൻ വരുന്നില്ല എന്ന് പറയണ. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നുണ്ട്, അമ്മ ഇല്ലാതെ എനിക്ക് ഇവിടെ പറ്റുന്നില്ല, എനിക്ക് അപ്പടി വീർപ്പ് മുട്ടല്ല അമ്മ ഇങ്ങോട്ടേക്ക് വാ. അമ്മേനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ ഭാഗം കേൾക്കാൻ പോലും പപ്പ തയ്യാറായില്ല. അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മയ്ക്ക് ഈ മയൂരി ഉണ്ട്. എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അമ്മയെ വീഡിയോ കോൾ വിളിക്കണം. വേണ്ട മോളെ, വീഡിയോ കോൾ വിളിക്കണ്ട, വേണം, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ വിളിക്കണം. അങ്ങനെ ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ കോൾ വിളിക്കുന്നത് തന്നെ. പിന്നീട് മയൂരി ചോദിച്ചു, അമ്മ കരയുമായിരുന്നു. ഒന്നുമില്ല, എനിക്കറിയാം അമ്മ കരയുമായിരുന്നു. അല്ല അമ്മ ഇപ്പൊ ഇത് എവിടെയാ? അത് ഞാനൊരു റൂമിലാ. അല്ല റൂമിലാ, അമ്മ തന്നെ പോയി റൂം എടുത്തോ? ഇല്ല, ഞാൻ വരുന്ന വഴിക്ക് മൂർത്തിയെ കണ്ടിട്ടുണ്ടായിരുന്നു, മൂർത്തിയാണ് എനിക്ക് റൂം ശരിയാക്കി തന്നെ. അമ്മ പേടിക്കണ്ട കേട്ടോ, അമ്മ ഇങ്ങോട്ടേക്ക് പോരെ. പപ്പ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, കാരണം അമ്മ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. അതിനു മാത്രം ദുഷ്ടത്തരൊന്നും അമ്മ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേണു വന്ന് ഇങ്ങനെ പറയുന്ന കാണുവാണ് ലക്ഷ്മി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ മോള് വിഷമിക്കണ്ട, അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല, എനിക്കറിയാം അമ്മയുടെ വേദന എന്താന്ന്. അമ്മയെ കാണാതെ എന്നെ നെഞ്ചു വിങ്ങും അമ്മേ, എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. അമ്മ ഇങ്ങോട്ടേക്ക് വരണം. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ പപ്പ ക്രൂരനാന്ന്? അതിന് ലക്ഷ്മി മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി വീണു. എന്നിട്ട് ചോദിച്ചു, ആരുടെയെന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മയോ പിഴച്ചവളോന്ന് ചോദിക്കണം. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കാരണം കേൾക്കാൻ ആരും ആഗ്രഹിക്കാത്തൊരു വാക്കാണ് അങ്ങനത്തെ ഒരു വാക്ക്. അതും പ്രത്യേകിച്ച് തന്നെ കുറിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് സഹിച്ചില്ല. താൻ ഇത്രയും കാലം ജീവന് തുല്യം സ്നേഹിച്ച ആളാണ് പറഞ്ഞതെന്ന് ഓർക്കുമ്പോ. ആ സമയം മയൂരി, പപ്പ എന്ത് വർത്താനാ പറയണേ? അതും അമ്മയെക്കുറിച്ച് പപ്പ സൂക്ഷിച്ച് സംസാരിക്കണം, ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണേ. പിന്നെ ഞാൻ എന്ത് പറയണോടി? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുമായിട്ട് വിളിയോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ കാണാൻ പോണമെന്നോ ഒരു ചിന്തയുണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞേരെ. പിന്നീട് ആ ഫോണിലേക്ക് നോക്കി. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ അപ്പോഴും കോള് തന്നെ ഉണ്ടായിരുന്നു. നീ എന്തിനാടി എന്റെ മോളെ വിളിച്ചേ? എന്റെ മോളെയും കൂടെ വഴി തെറ്റിക്കാനാണോ? വേണുവേട്ടാ, ഞാന് കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ അമ്മ തന്നെ അത്. എന്റെ അമ്മ അല്ലാതെ ആവുന്നില്ല, എനിക്ക് എന്റെ അമ്മയെ വേണം. ആർക്ക് വേണേലും എനിക്ക് എന്റെ അമ്മയെ വേണം. ഓഹോ, അപ്പൊ നീ പറഞ്ഞ് ഇവളെ തിരിച്ചു കഴിഞ്ഞില്ലേ? വേണുവേട്ടാ, അവള് നമ്മുടെ മോളല്ലേ? നമ്മുടെ മോളോ? അവള് എന്റെ മോളാടി, നിന്റെ മോളൊന്നുമല്ല. എടി, ആ ശ്രീകാന്തിന്റെ വീട്ടുകാരും ഒന്ന് പറഞ്ഞിട്ട് പോയത് വാക്ക് നീ കേട്ടല്ലോ. അമ്മ വേലി ചാടിയിട്ടുണ്ടെങ്കിലും മകളും മതില് ചാടൂന്ന്. ഇനി നീ ഇങ്ങോട്ടെങ്ങാനും വന്നാണ്ടല്ലോ, എന്റെ മോൾക്കൊരു നല്ല ഭാവിയുണ്ടോ, അത് നീ ആയിട്ട് തകർത്ത് കളയരുത്. അതുകൊണ്ട് മേലെ ഈ പഠിക്കകത്ത് കാലുത്തിയാക്കരുത്. നീ വിളിക്കാനും പാടില്ല എന്റെ മോളെ. വേണുവേട്ടാ, അവളെ കുറിച്ച് ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ല. എനിക്കിങ്ങനെ ഒരു ഭാര്യയില്ല, നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ, അറിയാലോ. പിന്നെ ഈ പഠിക്കകത്തേക്ക് കയറാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. വേണുവേട്ടാ, ഒന്നുമല്ലേലും 10-20 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചല്ലേ? വേണുവേട്ടൻ ജീവന് തുല്യം സ്നേഹിച്ചല്ലേ? ജീവന് തുല്യം സ്നേഹിച്ചു പോലും മറ്റൊരുത്തിന്റെ കൂടെ കിടന്നിട്ട് വന്നിട്ട് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് നീ അങ്ങനത്തെ ഉള്ള ആണോടി എന്നോട് ഈ വർത്താനമൊക്കെ പറയണേ? വേണു വളരെ ക്രൂരമായിട്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. എടി, ഇനി നിന്നെ എനിക്ക് കാണുക പോലും വേണ്ട, നീ എവിടെയെങ്കിലും പോയി ചത്താ മതി. ഒന്ന് ചത്തു തരുവോ? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞു. സങ്കടം സഹിക്കാൻ പറ്റിയില്ല ലക്ഷ്മിക്ക്. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് വേണു കോള് കട്ട് ചെയ്തിട്ട് മയൂരിയോട് പറഞ്ഞു, ഈ ഫോൺ ഇനി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, നിന്റെ കൈ വേണ്ടാന്ന് പറയാണ്. ഫോണും കൊണ്ട് അങ്ങോട്ട് പോയി. ലക്ഷ്മി അമ്മയുടെ ഇരുന്ന് വിങ്ങ് കരയുവാണ്. കാരണം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാ. അത്രയധികം വേണുവിനെ സ്നേഹിച്ചു. മാധവമേനന് ആ സ്നേഹം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേണുവാണ് സ്നേഹം കൊടുത്തത്. അപ്പൊ ഇത്രയും കാലം അത്ര നന്നായിട്ട് സ്നേഹിച്ച് ജീവിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകരുമ്പോൾ ഉള്ളൊരു വേദന അത് ലക്ഷ്മി അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇതേ സമയം പല്ലവി കണ്ണാടിയിലൊക്കെ നോക്കി മുഖമൊന്നും മെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സേതു പറയുന്നൊന്ന് കെട്ടിപ്പിടിച്ചു. എന്താ, കുറെ സമയം ആയില്ലേ? ഒന്നുമില്ല. അതെ, എനിക്ക് വിശക്കുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്കും. എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊരു മസാല ദോശ മതി. മസാല ദോശ? കൊള്ളാലോ. അതെന്താ സേതു ഏട്ടാ, ഇത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ത് ഗർഭം? ഒന്ന് പോസ് ചെയ്തു കേട്ടോ അവിടുന്ന്. എന്താ, കുഞ്ഞുങ്ങളൊന്നും നമുക്ക് വേണ്ടേ? ഗർഭം എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു ഇതുപോലെ. അത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വേണം, പിന്നെന്താ, ഇച്ചിരി നേരത്തെ ആയാലും എന്താ പ്രശ്നം? അതെ, ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട. പറഞ്ഞ കേട്ടല്ലോ, പോയി ആദ്യം മസാല ദോശ വാങ്ങിച്ചിടുക, അതിനുശേഷമല്ലേ ബാക്കി. ഇപ്പൊ തന്നെ വേണോ? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ? വേണ്ട,
ഇപ്പൊ തന്നെ വാങ്ങിച്ചോണ്ട് വരാൻ പറയണ. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്താണ് ലക്ഷ്മിയമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളുമായിരുന്നു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നൊരു ചിന്ത മാത്രം. ലക്ഷ്മിയമ്മ വന്ന അവിടുന്ന് താഴേക്ക് ഇങ്ങനെ നോക്കണം. ആ ജനലിച്ചിട്ട് മാറ്റിയിട്ട്, കാരണം നല്ല ഹൈറ്റാന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടുന്ന് താഴേക്ക് ചാടുവാണെങ്കിൽ താൻ മരിക്കത്തുള്ളൂ. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് വേണു പറഞ്ഞ കാര്യങ്ങളാ. നീ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അത്രേ സന്തോഷമുള്ളൂ. ഞാനും എൻ്റെ മകളും രക്ഷപ്പെടുമെന്ന്. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കണ സമയത്ത് സേതു മുറി തുറന്ന് അങ്ങ് ഇറങ്ങുവാണ്. പക്ഷെ പരസ്പരം രണ്ടുപേരും കണ്ടില്ല. സേതു താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം ലക്ഷ്മിയമ്മ എന്ത് ചെയ്തു? ടെറസിലേക്ക് പോവാം എന്ന് കരുതിയിട്ട് നേരെ ടെറസിലേക്ക് വെച്ച് പിടിക്കുവാണ്. അപ്പോഴേക്കാണ് മോളിൽ നിന്ന് ഒരു സ്റ്റാഫ് ഇറങ്ങിയിരുന്നത്. അല്ല മാഡം ഇത് എങ്ങോട്ടാ പോണേ? ഞാൻ ടെറസൊക്കെ ഒന്ന് കാണാനായിട്ട്. അതെ, അവിടെ മെയിൻ്റെനൻസ് പണി നടക്കുക, അങ്ങോട്ടേക്ക് ഇപ്പം പോകാൻ പറ്റില്ല എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, ശരിയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ മുറിയിലേക്ക് വരുക. ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതേ സമയം ഋതു വീട്ടിലേക്ക് വന്നു. ഋതുവിന്റെ മനസ്സ് നിറയെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടോ. ഇന്ദ്രനെ തന്നെ തുറിച്ചു നോക്കുക ഋതു. ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇന്ദ്രൻ ചോദിച്ചു, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ദഹിപ്പിച്ച് കളയുമല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, എന്റെ നോട്ടം കൊണ്ടൊന്നും അങ്ങനെ ദഹിച്ചു പോകുന്ന ആളൊന്നും അല്ലല്ലോ ജിത്ത്. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങളൊക്കെ അറിയാന്ന്? ഇതേ വെറുതെ ഞാൻ സമാധാനപരമായിട്ട് നിൽക്കുക, നീ വെറുതെ വഴക്കുണ്ടാക്കാൻ വരല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, ഓ അപ്പൊ ഞാനാണല്ലേ വഴക്കുണ്ടാക്കാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്കൊന്നും പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്തെന്ന്? ഇനിയിപ്പം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ നിന്നെ ഒന്ന് ശല്യപ്പെടുത്താനേ വരുന്നില്ല. അറിയാലോ, ഞാനാണെങ്കിൽ നിന്നെ ശല്യപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന പോലുമില്ല. അതെനിക്കറിയാം, കാരണം നിങ്ങളുടെ മനസ്സിന്റെ കോണിപ്പോലും ഞാനില്ലല്ലോ. പിന്നെ എങ്ങനെയല്ലേ? നീ എന്തൊക്കെയാ ഋതു പറയണേ? അതെ, നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ ഞാനില്ലാന്നറിയാം. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പാട്ടത്തിന് കൊടുത്തിരിക്കുമല്ലേ. പാട്ടത്തിന് കൊടുത്തിരിക്കുന്നോ? ഞാൻ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതിനുമുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഋതു എന്ത് ചെയ്യുകയാണ്? ഇന്ദ്രൻ കഴിക്കുന്ന മെഡിസിനൊക്കെ ആ ഷെൽഫിൽ നിന്ന് പോയി എടുത്തോണ്ട് വരുവാണ്. എന്നിട്ട് ആ ബെഡിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം ഇന്ദ്രൻ ഒന്ന് ഞെട്ടി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മെഡിസിൻ? നിങ്ങളിത് എന്തിനു കഴിക്കണ? തലവേദനയ്ക്ക്. തലവേദനയ്ക്കായിരിക്കും അല്ലേ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം കഴിക്കുന്ന ഇത്രയും മെഡിസിനൊക്കെ. അപ്പം ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ കറുത്തയുണ്ടല്ലോ, അയാളെ കാണുന്ന എന്തിനാ? തലവേദനയ്ക്ക് വേണ്ടി ആയിരിക്കും അല്ലേ? ഇത് കേട്ടതും ഇന്ദ്രൻ ഒന്ന് ഞെട്ടി. ഇന്ദ്രൻ പെട്ടെന്ന് ഋതുവിന്റെ അടുത്തേക്ക് വന്നു. ഓഹോ, അപ്പൊ നീ CID പണിയും തുടങ്ങിയല്ലേ? അപ്പൊ എന്നെ കുറിച്ച് അന്വേഷിച്ചിറങ്ങി നീ പോയിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചരാടി. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഋതുവിനെ ആ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് കഴുത്തിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കണം. ശ്വാസം പോലും ഋതുവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. വിടുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വയറൊക്കെ ആയി തുടങ്ങിയല്ലോ. ഒരു കൈ കൊണ്ട് വയറയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്ക് വരുതു. കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്ന് ഒരു ചിന്തയുണ്ടായിരുന്നു ഋതുവിനെ മനസ്സിലാവും. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നു കളയൂടി, എന്റെ പിന്നാലെ CID പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ആ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് തള്ളി അങ്ങോട്ട് വിടുവാണ്. അപ്പൊ കഥവ് തുറന്നു കിടക്കുമായിരുന്നു. പുറത്തേക്ക് പോയി വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചു ഓടി വന്ന് പിടിക്കുന്നേ. എന്താ ഋതു എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ഋതു പൊട്ടിക്കരയുവാണ്. ഋതുവിന് ഒന്നും പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അച്ഛനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് മാറി നിൽക്കടിയെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഋതു അവിടുന്ന് പൊട്ടിക്കറിയുക. അച്ചു പറഞ്ഞ്, പോട്ടെ സാരമില്ല മോളെ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുക. പക്ഷെ ഋതുവിന് കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഋതു. പിന്നീട് ഇന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും അച്ചു പിന്നാലെ അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, എടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്നെ വിളിച്ച എടോന്നോ അല്ലാതെ പിന്നെ നിന്നെ ഹിസ് ഹൈനസ് ഇന്ദ്രജിത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? നീ അങ്ങനെയൊന്നും വിളിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാലെ ഋതുവിന്റെ നേരെ മേക്കിട്ട് കയറിക്കൊണ്ട് എന്നാണ്ടല്ലോ നീ കൈക്കരുത്ത് അറിയുമെന്ന് പറയണ. കൈക്കരുത്തോ? ആരുടെ കൈക്കരുത്ത്? എന്റെ കൈക്കരുത്ത് നീ അറിയും. നിനക്ക് അത്ര ധൈര്യമോ? അതേടാ, ഒരെണ്ണം ഇട്ട് തന്നാണ്ടല്ലോ നിന്റെ ചെവിക്കരണം പൊട്ടി അങ്ങ് പോവും. അത് കേട്ടപ്പോ ഇന്ദിര തോന്നി, ആണേ അന്നങ്ങനെയാണോ ഒരെണ്ണം ഇട്ടതാട്ട്, ഞാനൊന്ന് കൊണ്ടു നോക്കട്ടെ എന്ന് പറയണ. ദേ അതിനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ. എടാ നിന്റെ ഈ തരങ്ങളൊക്കെ സേതുവേട്ടന്റെ അടുത്തൊന്ന് ഇറക്കി നോക്ക്. സേതുവേട്ടൻ എന്നെ ചുരുട്ടി കൂട്ടുന്ന കാണാം. മേലാല് ഋതുവിന്റെ നേരെ വന്നാണ്ടല്ലോ നിന്നെ വെറുതെ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അച്ചു അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ഇന്ദ്രൻ മനസ്സ് പറഞ്ഞു, ഇവളാര് ഉണ്ണിയാർച്ച, ഒന്ന് പോവാൻ പറ പുല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നിൽക്കുക. ഇതേ സമയം ലക്ഷ്മി മുറിയിൽ ഇനി എന്തായാലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കാന്ന് തീരുമാനിച്ച ഒരു കത്തിയൊക്കെ എടുക്കുകയാണ് കൈഞ്ഞരമ്പ് മുറിക്കാനായിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സേതു എന്ത് ചെയ്യുക, മസാല ദോശയൊക്കെ മേടിച്ച് ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ. സേതു പെട്ടത് ലക്ഷ്മി അമ്മയുടെ മുറിയുടെ വാതിൽ വന്ന് മുട്ടുവാണ്. അപ്പം 103
റൂം നമ്പർ 103 പക്ഷെ സേതുവിന് പെട്ടെന്ന് ഈ ഫോൺ വിളിച്ച് വന്നോണ്ട് റൂം മാറിപ്പോയി. അങ്ങനെ വന്ന് മുട്ടുന്നാണ്. കൈ മുറിക്കാൻ തുടങ്ങിയ ലക്ഷ്മിയമ്മ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ആരോ കഥയെ മുട്ടുന്നുണ്ട്, ആരാന്ന് അറിയത്തില്ല. ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിപ്പോയി, ആരാന്ന് അറിയത്തില്ല. അപ്പൊ കഥവ് തുറക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് റൂം പോയി വന്ന് സേതുവിനോട് ചോദിച്ചു, എന്താ സാർ ഇവിടെ നിന്ന് ചോദിക്കുക. അല്ല, ഞാൻ റൂമില്, സാറിന്റെ റൂം ഇതല്ല, അപ്പുറത്താന്ന് പറയണം. ഓ സോറി, ഞാൻ മാറിപ്പോയതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്ക് ലക്ഷ്മി അമ്മ ഒന്ന് കഥ തുറന്നു. അല്ല, ആരാ മുട്ടിയത്, നിങ്ങൾ അറിഞ്ഞു ചോദിക്കുക. അയ്യോ ഞാനല്ല, അത് അപ്പുറത്തെ റൂമിലെ ആളാ, റൂം മാറിപ്പോയി മുട്ടിയതാന്ന് പറയാണ്. ലക്ഷ്മി അമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ പിന്നീട് സേതു അകത്തേക്ക് കയറി ചെന്നു. മസാല ദോശയൊക്കെ എടുത്ത് വെക്കുവാണ്. ഈ സമയത്ത് പല്ലവിയോട് പറഞ്ഞു, പല്ലവി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാ. എന്താ? ശേ, ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് റൂം മാറിപ്പോയി അപ്പുറത്തെ റൂമിൽ പോയി മുട്ടിന്ന് പറഞ്ഞു. അമ്മയോ? ഏതമ്മയെ വിളിച്ചത്? അത് പിന്നെ എന്റെ അമ്മയെ വിളിച്ചത്. അല്ല, ലക്ഷ്മി അമ്മേനെയാണോ പൂർണ്ണിമയാണോ? അതെ, എനിക്കൊരു അമ്മയുള്ളൂ, പൂർണ്ണിമ. അങ്ങനെ പറയരുത്, ലക്ഷ്മി അമ്മ പെറ്റമ്മയല്ലേ, പെറ്റമ്മയ്ക്ക് എന്നെ വേണ്ടല്ലോ. അങ്ങനെ പറയരുത് സേതുവേട്ടാ. ചിലപ്പം ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ സേതുവേട്ടനോട് കുറെ ഇഷ്ടം കാണും. പക്ഷെ അറിയാലോ, അവർ ഇത്രയും കാലം കെട്ടിപ്പടുത്തൊന്നും ജീവിതം അത് തകർന്നു പോയാലൊന്ന് പേടിച്ചിട്ട് മാത്രം, അല്ലാതെ സേതുവേട്ടനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയം സേതു പറഞ്ഞു, അതെ എനിക്ക് അമ്മയൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? എന്നാ പിന്നെ എന്തിനാ മടിക്കണേ, ഇപ്പൊ തന്നെ വിളിച്ചോളാനും പറഞ്ഞോണ്ട് ഫോൺ അങ്ങ് എടുത്ത് കൊടുക്കുവാണ്. വിളിക്ക് സേതു ഏട്ടാന്ന് പറഞ്ഞോണ്ട്. സേതു പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇപ്പം വിളിച്ചാൽ എന്താ, സേതുവാണ് അങ്ങോട്ട് വിളിക്കാനൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.